ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്ക് ഒരു മസാല തീയൽ തയ്യാറാക്കാം. കിഴങ്ങും സവാളയും തക്കാളിക്കയും പച്ചമുളകും മാത്രം ചേർത്താണ് നമ്മൾ ഇന്ന് തീയൽ ഉണ്ടാക്കുന്നത്. ഇത് ചോറിനും നല്ല ടേസ്റ്റാണ്, ചപ്പാത്തിക്കൊക്കെയാണ് ഏറെ നല്ലത്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് കുറച്ച് ഒരു 3-5 വലിയ കിഴങ്ങും ഒരു 3-5 സവാളയും എടുത്തിട്ടുണ്ട്. ഒരു 5ഓളം നമുക്ക് ചെറിയ തക്കാളിക്ക, ചെറുതായാലും വലുതായാലും 5-6 തക്കാളിക്കയും വേണം. ഒരു 3-5 പച്ചമുളകും, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി. കഷ്ണങ്ങൾ എണ്ണയൊഴിച്ച് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നേരിട്ട് കുക്കറിലോട്ട് സവാളയും കിഴങ്ങും തക്കാളിക്കയും പച്ചമുളകും ചേർത്ത് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ച് വേണമെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. മഞ്ഞൾപ്പൊടി, ഉപ്പും വെള്ളവും മാത്രം ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു വിസിൽ കേട്ട ഉടനെ നമുക്ക് സിമ്മിൽ വെച്ച് 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് തേങ്ങ, ഒരു വലിയ തേങ്ങയുടെ 1/4 തേങ്ങയോളം ചിരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് പൊടിച്ചിട്ട് വറുത്തെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ശകലം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കണം. നമ്മൾ തേങ്ങ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പാനിലിട്ട് ഒന്ന് തേങ്ങ വറുത്തെടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കടലപ്പരിപ്പ് ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. കുറച്ച് എണ്ണ ചേർത്ത് നമുക്ക് ഈ കടലപ്പരിപ്പ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കടലപ്പരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. അത് മാറ്റിയെടുത്തിട്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാം. തേങ്ങ നല്ലപോലെ വറുത്ത് ചെറിയ 2 കഷ്ണം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നമുക്കിതിൻ്റെ കൂടെ വറുത്തെടുക്കണം. കുറച്ച് എണ്ണയും ചേർത്ത് നല്ലപോലെ മൂപ്പിച്ച് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ തേങ്ങ ഇവിടെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ആറുമ്പം ഒന്ന് പൊടിച്ച് അരച്ചെടുക്കണം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടുന്ന മല്ലിപ്പൊടിയും ഒരു വലിയ സ്പൂണിന് 1 സ്പൂൺ, അല്ലെങ്കിൽ ചെറിയ സ്പൂണിന് 2 സ്പൂൺ മല്ലിപ്പൊടിയും, എരിക്ക് വേണ്ടുന്ന നല്ല 1 സ്പൂൺ മുളക് പൊടിയും ചേർക്കാം. നമ്മൾ 6-7 സവാളയും കിഴങ്ങും എല്ലാം കൂടെ ചേർത്ത് ഏറെ എടുത്തിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് കുറച്ച് നല്ലപോലെ എരിക്ക് വേണ്ടുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം. ഇതിൽ ഉലുവാപ്പൊടി വേണ്ട ആവശ്യമില്ല. പക്ഷെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ മൂപ്പിച്ചെടുക്കാം. നമുക്ക് ആദ്യം വറുത്ത് വെച്ചിരുന്ന കടലപ്പരിപ്പ് ആദ്യം നല്ലപോലെ പൊടിച്ചെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തേങ്ങ വറുത്തതും കൂടെ നല്ലപോലെ പൊടിച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. നമുക്കത് കുക്കറിലോട്ട് ഒഴിച്ച്, തക്കാളിയുടെ പുളിയാണ് ചേർത്തിരിക്കുന്നത്, മറ്റുള്ള പുളിയുടെ ആവശ്യമില്ല. അധികം പുളി വേണ്ട. ഇത് മസാല ചേർത്തൊരു സ്റ്റൂ പോലെ വറുത്തരച്ച സ്റ്റൂ ആണിത്. അപ്പം നമുക്കത് നല്ലപോലെ തിളച്ച് ഒന്ന് വറ്റി വരണം. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കടുകും താളിക്കാം. ഇത് നല്ല ചപ്പാത്തിക്ക് ഏറ്റവും നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. ചോറിനും നല്ലതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.